തിരികെ വാർത്തകളിലേക്ക്. പൂഞ്ഞാർ മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 26 കുട്ടികളെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഉച്ചയ്ക്ക് ചോറിനൊപ്പം മോര് കഴിച്ചിരുന്നു. മോരിന്റെ പ്രശ്നമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. ഇവിടെ നമ്മുടെ സിറ്റുവേഷൻ കൺട്രോളിലാണ്. പേടിക്കാനൊന്നുമില്ല. ഇതൊരു എന്താ പറയുക, എവിടെ സംഭവിക്കാവുന്നൊരു കാര്യം മാത്രമാണ്, അല്ലാണ്ട് ഒരു സ്കൂളിൻ്റെ ഒരു വീഴ്ചയോ അല്ലാണ്ട് അധികൃതരുടെ വീഴ്ചയൊന്നുമല്ല. ഒരു കുഴപ്പമില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു. ഇവിടെ നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകാനുണ്ട്. ജോസി, ഇപ്പോൾ സ്കൂളിന്റെ വീഴ്ചയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യനിലയ്ക്ക് ഇപ്പോൾ തൃപ്തികരമാണ്, ആശ്വാസകരമാണല്ലേ? വർഷ, കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 29 കുട്ടികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 19 പെൺകുട്ടികളും 10 ആൺകുട്ടികളും ഛർദിലും അതോടൊപ്പം തന്നെ വയറിളക്കവും മറ്റുമായ ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം പൂഞ്ഞാറിലെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചു. പിന്നീട് പാലാ ജനറൽ ആശുപത്രിയിലേക്ക് എല്ലാവരെയും മാറ്റുകയായിരുന്നു. പൂഞ്ഞാർ മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഉച്ചയ്ക്ക് ശേഷം പലർക്കും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. അതേ തുടർന്ന് അവരെ ആശുപത്രി എത്തിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ചോറിനൊപ്പം ഗ്രീൻ പീസും പയറും അതോടൊപ്പം തന്നെ മോരും ഒക്കെയും കഴിച്ചിരുന്നു. ഈ മോരിന്റെ പ്രശ്നമാണ് ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നുള്ള നിഗമനമാണ് ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നത്. ആരെയും മറ്റു ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ പലർക്കും നിർജ്ജലീകരണം അടക്കമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്കൊക്കെയും ഇപ്പോൾ ട്രിപ്പ് മറ്റും ഇട്ട് നിരീക്ഷണത്തിലാണ്. അതിനുശേഷം വൈകിട്ടോടുകൂടി കുട്ടികൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആരോഗ്യ വകുപ്പ് അധികൃതരും അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതരും സ്കൂളിൽ നിന്നും ഭക്ഷണ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പരിശോധനകൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് ആശങ്കകളൊന്നും വേണ്ട എന്നതാണ് ആശുപത്രി അധികൃതരും നഗരസഭാ അധികൃതരും അടക്കം പ്രതികരിക്കുന്നത്. വർഷ.